ചോദ്യം നമ്പർ 425 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി. ടേബിൾ ചെയ്താൽ മതി. ടേബിൾ ചെയ്യാം സർ. യെസ് ടേബിൾ ചെയ്താൽ മതി. ആൻസർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്. ഡോക്ടർ മാത്യു കുഴൽനാടൻ. സർ, KSRTCയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങ് അതിന് പരിഹാരം കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, KSRTC ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഏറ്റവും പുതിയ ബസ്സുകൾ, പുതിയ ബസ് എന്ന സെൻസ് ഏറ്റവും ലക്ഷ്വറി ബസ്സുകൾ പുറത്തിറക്കി കേരളത്തിനകത്ത് ഒരു പ്രീമിയം ട്രാവൽ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കഴിയും. കാരണം ഇപ്പോൾ പലരും, ഈവൻ ടൂറിസ്റ്റുകളായി വരുന്നവർ പോലും ആ രാജ്യത്തെ, ആ പ്രദേശത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നവർ. യൂറോപ്പിലൊക്കെ പോയി വിദേശത്ത് പോയാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുടെ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചറിന് തുടക്കം കുറിക്കാൻ കഴിയുമോ? ഏറ്റവും പ്രീമിയം ട്രാവൽ എന്നുള്ള കോൺസെപ്റ്റ് KSRTC മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയും. യെസ് മിനിസ്റ്റർ. തീർച്ചയായിട്ടും KSRTCയുടെ ലക്ഷ്യം തന്നെ ഈ കോവിഡ് കാലത്ത് സ്വന്തമായി കാറ് വാങ്ങിപ്പോയവരെ തിരിച്ച് KSRTCയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രീമിയം ട്രാവൽ ആവശ്യമാണ്, പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന കേരളത്തിൽ. മാത്രമല്ല, ചൂടിങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ യാത്രക്കാർക്കും അത് ബുദ്ധിമുട്ടായതുകൊണ്ട് എയർ കണ്ടീഷൻ ബസ്സുകൾ, പുഷ് ബാക്ക് സീറ്റും എയർ കണ്ടീഷൻ സൗകര്യങ്ങളും വൈഫൈ വരെയുള്ള പുതിയ ബസ്സുകൾ KSRTC ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി 40 വണ്ടികൾ, എയർ കണ്ടീഷൻ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന പേരിൽ 40 വണ്ടികൾ ഉടനെ വാങ്ങും. അതിൽ 10 വണ്ടികൾ ഓണത്തിന് മുമ്പേ ഇറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ CR മഹേഷ്. സർ, ഈ ഗ്രാമീണ മേഖലകളിലെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ അങ്ങ് ചെറിയ ബസ്സുകൾ വാങ്ങാൻ ആലോചിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണമാണ് ആദ്യ തവണ വാങ്ങുന്നത്? അതിൻ്റെ നടപടികൾ എവിടെ വരെയായി? ഗ്രാമീണ മേഖലകളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാം പഴയ ബസ്സുകളും വളരെ മൈലേജ് കുറഞ്ഞ വണ്ടികളുമാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ ബസ്സുകളുടെ ട്രയൽ റൺ നടത്തിയിരുന്നു. അതിൽ ഒരു ബസ്സിന് 7 കിലോമീറ്ററിന് മുകളിൽ വരെ നമുക്ക് ഡീസൽ മൈലേജ് കിട്ടുകയാണ്. അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങൾ കുറച്ചൊരു നല്ല ബസ്സുകൾ, പുതിയ ബസ്സുകൾ വരുന്നതിന് വേണ്ടിയിട്ട് 300 ചെറിയ ബസ്സുകളാണ് ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 300 ചെറിയ ബസ്സുകൾ ഗ്രാമപ്രദേശത്തേക്ക് വാങ്ങും. അതും ടെൻഡർ വിളിച്ചു കഴിഞ്ഞു, അതിനുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ശ്രീമതി ഉമാ തോമസ്. സർ, KSRTCയിൽ ടിക്കറ്റ് മുന്നേ തന്നെ എടുത്ത് കാർഡ് ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നവരുടെ പലവരുടെയും കാർഡുകൾ എല്ലാ വണ്ടികളിലും ഇപ്പോൾ എടുക്കുന്നില്ല. സർ, അതിനെന്താണ് ഒരു പോംവഴി എന്ന് പറയാമോ? സർ, ഇപ്പോൾ നിലവിലുള്ള ഈ ടിക്കറ്റ് മെഷീനിൽ കാർഡുകൾ റീഡ് ചെയ്യാനും കാർഡിനുള്ള പണം എടുക്കാനും കഴിയുന്ന സംവിധാനങ്ങളല്ല. അപ്പോൾ പുതിയതായി ഞാനിതിൻ്റെ പ്രധാന ഉത്തരത്തിൽ അങ്ങത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട്. ആ ഉത്തരത്തിൽ പറയുന്ന പോലെ പുതിയ ഒരു സിസ്റ്റം വരാൻ പോവുകയാണ്. എല്ലാ കാർഡുകളും, അതായത് എല്ലാ ഡെബിറ്റ് കാർഡുകളും, പേടിഎം, ഗൂഗിൾ പേ പോലുള്ള എല്ലാ സംവിധാനങ്ങളും, മൊബൈൽ വഴി ചെയ്യാവുന്ന എല്ലാം ക്യാഷ്ലെസ് ഓപ്പറേഷനുള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഒരു ടിക്കറ്റിംഗ് സമ്പ്രദായം ഒരു 4-5 മാസത്തിനുള്ളിൽ നിലവിൽ വരും. അതിലൂടെ എല്ലാ വണ്ടികൾ വരുന്ന സമയം ഓരോ 6 സെക്കൻഡിലും വണ്ടി വരുന്നതിൻ്റെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അതുപോലെ KSRTCയുടെ മുഴുവൻ അക്കൗണ്ടുകളും 9 സെക്കൻഡിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ്. അതൊരു 4-5 മാസത്തിനുള്ളിൽ നിലവിൽ വരും. ഇത്തരത്തിലുള്ളൊരു സംവിധാനം നിലനിൽക്കുമ്പോഴാണ് സാർ 3 വർഷം മുമ്പ് നേരത്തെ ATM മെഷീനുകൾ വാങ്ങിയിട്ടുള്ളത്. സാർ, അതെല്ലാം കേടായിപ്പോയി. അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണവും അതിൻ്റെ ഇടപാടുകളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ തയ്യാറാകുമോ? അല്ല, ഇത്തരം ടിക്കറ്റ് മെഷീനുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ്, അതിനെപ്പറ്റി ഇതുപോലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി ഇനി വാങ്ങുന്നില്ല. ടിക്കറ്റ് മെഷീൻ്റെ പേപ്പർ പോലും വാങ്ങുന്ന നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതുപോലും വാങ്ങാതെ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം പരിശോധിച്ചിട്ട് മറുപടി പറയാം. ഇവിടെ വെച്ച് ഞാനൊരു അന്വേഷണം എന്ന് പ്രഖ്യാപിക്കുന്നത് മര്യാദയല്ല. ഞാൻ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും. ഓർഡർ ചോദ്യത്തിലൂടെ അവസാനിച്ചിരിക്കുന്നു.